എന്താണെന്ന് പറയാം. കാരണം ഇത്രയും കാര്യങ്ങൾ ഒരു മാസം മിനിമം ഒരു 2-3 പേര് ആക്സിഡൻറ്റ് പറ്റി വീഴുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വലിയ അപകടങ്ങൾ പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയ വീഴ്ചയിലൊക്കെ ഉള്ളവർ പോകാറില്ല. കാരണം ഒന്ന് നമ്മൾ ഈ ഓഫീസിൽ പോയി ഇറങ്ങുന്നതിന് തന്നെ ഒരു 2-3 മണിക്കൂർ അവിടുത്തെ പിടിക്കും. അപ്പോൾ ആ സമയത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ തരുന്ന 300 രൂപ 5-6 ദിവസത്തോ അല്ലെങ്കിൽ 10 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞാലും നമുക്കത് അല്ലാതെ ജോലി ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കും. കാരണം ഈ കയറി ഇറങ്ങുന്നതും കിട്ടൂല എന്ന് ഉറപ്പില്ലാത്തതും, പിന്നെ ഈ അടിക്കടി മാറുന്ന കണ്ടീഷൻസ്, പിന്നെ ഇതിൽ തന്നെ സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ എന്നാണ് അത് പറഞ്ഞത്. കാരണം ഈ നമ്മൾ ഒരു ലീവ് എടുക്കാനോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു 10 ദിവസം പനിയായിട്ട് കിടന്നു, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കാൻ പറ്റുമെന്നില്ല. ഹോസ്പിറ്റലിൽ പോകും, ചിലപ്പോൾ ഒരു ദിവസം കിടക്കില്ലെന്നുണ്ടെങ്കിൽ ചെന്ന് മരുന്ന് വാങ്ങിയിട്ട് വീട്ടിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈറൽ പനിയൊക്കെ ഉള്ള സമയങ്ങളിൽ ഡോക്ടേഴ്സ് അധികം അങ്ങനെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്, മരുന്നൊക്കെ തന്നിട്ട് വീട്ടിൽ. ഞാൻ ഈ ആക്സിഡൻറ്റിന് മുമ്പ് 1 മാസം പനിയായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയാലേ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. അത് നമ്മളെ കയ്യിൽ നിന്ന് ആദ്യം മുടക്കിയിട്ട് രണ്ടാമതാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഇൻഷുറൻസിനോ ആ പൈസയ്ക്കോ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന പലരും അങ്ങോട്ട് പോകാറില്ല. പിന്നെ വലിയ ആക്സിഡൻ്റൊക്കെ പറ്റുമ്പോൾ ഒരാൾക്ക് ഇപ്പം കടം മറിച്ചും മറ്റുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തുന്ന പൈസകൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് ബാധ്യത വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും വലിയ തുകകൾ ചിലവാകുന്നവരാണ് ഇതിന് പുറകെ കയറി ഇറങ്ങുന്നത്. പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തുന്നവരും അതിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സത്യം പറയുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അത് കമ്പനി നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നതാണ്. നമ്മളത് കമ്പനിക്ക് എതിരെ പറയുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മൾ കമ്പനിയുടെ പ്രതിനിധികളായിട്ട് ഇവിടെ എഫ്എംമാരാണുള്ളത്. അപ്പോൾ നമുക്ക് കമ്പനിയെ അറിയിക്കാനും കൂടി ഒരു മാർഗ്ഗമാണ്. കാരണം ചിലപ്പോൾ ഇത് കമ്പനിയുടെ ഹയർ ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിയുന്നില്ലെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കൊണ്ട് കമ്പനി ഓഫർ ചെയ്യുന്നു, പരസ്യങ്ങളിലെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു സ്വിഗ്ഗിയുടെ സ്റ്റാഫിന് പോലും, ഒരു ഡെലിവറി പാർട്ട്ണറിന് പോലും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അവർ കൊടുക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പരസ്യം ചെയ്യുന്നത്. ടി വിയിൽ പരസ്യം ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ പരസ്യം ചെയ്യുന്നുണ്ട്, അല്ലാതെ മറ്റു മാധ്യമങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജോലിക്കും സ്ഥിരമായിട്ട് ആൾ വരുന്നുണ്ട്. ഈ അപകടം നടന്ന് എത്ര നാൾ കിടപ്പിലായിരുന്നു വീട്ടിൽ? ഞാൻ ഏകദേശം 50 ദിവസത്തോളം വീട്ടിൽ ഉണ്ടായിരുന്നു. ഈ സ്വിഗ്ഗി അല്ലാതെ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ, അതോ സ്ഥിരമായിട്ട് ഇതിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത്? ഇപ്പോൾ സ്ഥിരമായിട്ട് ഇതിൽ തന്നെയാണ്. കാരണം മറ്റെന്തെങ്കിലും ജോലി കൈത്തൊഴിലൊക്കെ നമുക്ക് 1-2 കൈത്തൊഴിലൊക്കെ അറിയാം. പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കൈയിൻ്റെ ഇവിടെയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ കമ്പനിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ? ഈ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ശരാശരി ഒരു ഇന്ത്യയിലെ തൊഴിൽ നിയമം അനുസരിച്ച് 8 മണിക്കൂറാണ്. എങ്കിലും നമ്മളൊരു 10 മണിക്കൂറെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ചിലവും കഴിയും നമുക്കൊരു 1000 രൂപ ഇതിൽ നിന്ന് കിട്ടാൻ മാർഗമുണ്ടോ? ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ പാടാണ്. കാരണം മുമ്പൊരു 8 മാസങ്ങൾ മുമ്പ് വരെയൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒരു 1000 രൂപ കിട്ടാൻ ഒരു 10-12 മണിക്കൂർ നിന്നാലെങ്കിലും അത് 1000 രൂപ നമുക്കെടുക്കാൻ കിട്ടുമായിരുന്നു. കാരണം ഓർഡർ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിനനുസരിച്ച് മാത്രമേ സ്റ്റാഫുകളെ നിയമിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഉള്ള അതേ സ്കീം 25 രൂപയ്ക്കാണ് 5 കിലോമീറ്റർ കൊണ്ടു കൊടുക്കുന്ന വരുമാനം നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ പെട്രോൾ സ്വിഗ്ഗി എന്ന കമ്പനി തുടങ്ങുന്ന സമയത്ത് 69-70 രൂപ, ഇപ്പം 110 രൂപ. എന്നിട്ടും നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ബേസിക് സാലറി ഇതുവരെ വർദ്ധിച്ചിട്ടില്ല. 107 രൂപ 41 വയസ്സ് മുതൽ 108 രൂപ അടുപ്പിച്ചാണ് നമുക്ക് പെട്രോൾ കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴും 50% പെട്രോളിൻ്റെ വില വർദ്ധിച്ചിട്ട് കിട്ടുന്ന തുക 25 രൂപ തന്നെയാണ്. അതിൽ തന്നെ മുമ്പ് ആണെങ്കിൽ വളരെ മാന്യമായിട്ട് ഈ 25 രൂപയ്ക്ക് കൊടുത്താലും നമുക്ക് അവിടെ നിന്ന് ഒരു 100-200 മീറ്റർ വരുന്നതിന് മുമ്പ് അടുത്ത ഓർഡർ കിട്ടും. പക്ഷേ ഇപ്പോൾ ഓർഡർ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആ 25 രൂപയ്ക്ക് 5 കിലോമീറ്റർ കൊണ്ട് കൊടുത്തിട്ട് അടുത്ത ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ
അത് ഏറ്റവും ഒരു സോണുണ്ട്, ആ പരിധിക്ക് അറ്റത്തിരിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മൾ 5 കിലോമീറ്റർ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ 5 കിലോമീറ്റർ വന്ന് ആ ഹോട്ടലിന് മുമ്പിൽ വെയിറ്റ് ചെയ്താലേ നമുക്ക് ഓർഡർ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ആവശ്യത്തിന് മാത്രം സ്റ്റാഫുകളെ നിയമിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് പുതുതായിട്ട് ഒരുപാട് ആൾക്കാരെ ഇതുപോലെ ഓഫറിട്ട് ഒരാളിനെ കൊണ്ടുവരുന്നതിന് നിലവിൽ സ്വിഗ്ഗിയിലുള്ള സ്റ്റാഫുകൾക്കും മാനേജീരിയൽ സ്റ്റാഫുകൾക്കെല്ലാം 5000 രൂപ റഫറൽ ബോണസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ റഫറൽ ബോണസിൽ ആദ്യത്തെ 1000 ഒഴികെ മറ്റ് തുകകൾ അധികം പേർക്കും കിട്ടാറില്ല. കാരണം കണ്ടീഷൻസ് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ 1000-ഓ 2000-ഓ കിട്ടിയിട്ട് ബാക്കി കിട്ടേയില്ല. ഫലത്തിൽ പറ്റുന്നത് 100 പേർക്കുള്ള ജോലി 300 പേരെ നിയമിച്ചിട്ട് ഈ എപ്പോഴും ഒരു ജോലിക്കാരുടെ അവൈലബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കമ്പനി അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. കമ്പനി കൂടുതൽ ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കാം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മുമ്പ് ലേബർ കമ്മീഷൻ ഓഫീസിൽ ചെന്നിട്ട് നമുക്ക് തന്ന കുറച്ച് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. നമ്മൾ മണിക്കൂറിന് 125 രൂപ മിനിമം ഓർഡർ ഇൻസെൻറ്റീവ് കൂട്ടാതെ മിനിമം ഓർഡർ കിട്ടുന്ന അവസ്ഥയിലേക്ക് നമുക്ക്